ഹായ് ഗൈസ്, വെൽക്കം ടു റൈറ്റ് ടൈം ചാനൽ. അപ്പോൾ 3 ദിവസം കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന്. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ തലയുടെ കണ്ടീഷൻ കാണാം. നോക്കൂ, കംപ്ലീറ്റ് ബ്ലഡ് കംപ്ലീറ്റ് ഒക്കെ റിമൂവ് ആയിട്ടുണ്ട്. നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. തിക്ക് ഹെയർ ഒക്കെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ടത് നമ്മുടെ ഈ ബാൻഡേജ് റിമൂവലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ദിവസം കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രോസസ്സിങ്ങാണ്. നമുക്കിത് ഡോണർ ഏരിയയിൽ ബാൻഡേജ് റിമൂവ് ചെയ്ത് മരുന്ന് പുരട്ടുകയെന്നുള്ളത്. അപ്പോൾ അതിലേക്ക് നമുക്ക് വരാം. അതിലേക്ക് വരുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇത് എൻ്റെ ചാനൽ വഴിയിട്ട് ഈ ബാൻഡേജ് റിമൂവ് ചെയ്യുന്ന ചാനലൊന്നും അധികം മലയാളത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എൻ്റെ ചാനൽ കൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യും, ഈച്ച് ആൻഡ് എവറിത്തിങ്. അപ്പോൾ നിങ്ങൾക്ക് അത് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്കും അതൊരു വഴിയാവും. അയ്യോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ടല്ലോ എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ബാൻഡേജൊക്കെ ഇങ്ങനെ റിമൂവ് ചെയ്യുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കംപ്ലീറ്റ് നിങ്ങൾക്ക് മുമ്പ് കാണിക്കും. അപ്പം നല്ല നല്ല ക്ലിനിക്കാണെങ്കിൽ അത് ഫോളോ ചെയ്യും. ടയട്രി ഒക്കെ ആണെങ്കിൽ വിളിച്ച് അവർ അപ്ഡേറ്റ് ചെയ്യും. ഓരോ ദിവസം മരുന്ന് കഴിച്ചോ, പെയിൻ ഉണ്ടോ, അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം അവർ ചെയ്യുന്നുണ്ട്. ക്ലിനിക്ക് നല്ല സപ്പോർട്ടാണ്. സോ അതൊക്കെ അവിടെ നിൽക്കട്ടെ. പിന്നെ എങ്ങനെയാണ് ബാൻഡേജ് റിമൂവ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിനൊക്കെ വേണ്ടി എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇന്നിപ്പോൾ ബാൻഡേജ് റിമൂവ് ചെയ്യാൻ പോയാണ്. ഡോണർ ഏരിയ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ അതിലേക്ക് വരാം. അപ്പോൾ അതിലേക്ക് വരാം. നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് ഇതിന് വേണ്ടി ബാൻഡേജ് റിമൂവ് ആയിട്ട് കൊണ്ടുവന്നത്. സറയം വാട്ടർ വേണ്ടി വരും, ജെൻലി ബോഡി ഷാമ്പു, പിന്നെ നമ്മുടെ ബെറ്റാഡിൻ്റെ ലോഷൻ, പിന്നെ മുപ്രിക്കോയിൻ്റെ ഓയിൻമെൻറ്റ്, പിന്നെ ടിഷ്യൂ. ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരും.
നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബാക്കിയുള്ള എന്താണെന്ന് പ്രൊസീജിയർ ആണെന്ന്. അപ്പോൾ പിന്നെ ഒരു കാര്യം മറന്നു കേട്ടോ, ഈ സലൈൻ വാട്ടർ എനിക്കറിയില്ല മറ്റ് ട്രാൻസ്പ്ലാന്റ് സെൻറ്ററുകളൊക്കെ തരുമെന്ന്. ഇത് അരമണിക്കൂർ കൂടുമ്പോൾ ഞാൻ സർജറി കഴിഞ്ഞ ശേഷം, അത് ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, പറഞ്ഞില്ലെങ്കിൽ പറയണം, അരമണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ ഈ ഏരിയകളിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കണം. നമ്മുടെ തലയിൽ വെച്ചിരിക്കുന്ന സ്ഥലത്തെല്ലാം അരമണിക്കൂർ കൂടുമ്പോൾ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇവിടെയല്ല, ബാക്ക് സൈഡിലല്ല, ഫ്രണ്ട് സൈഡിൽ, ഈ എടുത്തിരിക്കുന്ന എല്ലാ സൈഡിലും. അത് നമ്മൾ എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ്. അരമണിക്കൂർ കൂടുമ്പോൾ ഡേ ടൈമിൽ എല്ലാം ചെയ്തിരിക്കണം. നൈറ്റ് ആണെങ്കിൽ കിടക്കുന്നതിന് മുമ്പ് വരെയും അരമണിക്കൂർ കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ ബാൻഡേജിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടല്ലോ, ആദ്യം സലൈൻ വാട്ടർ അടിച്ച് കംപ്ലീറ്റ് അത് റിമൂവ് ചെയ്ത ശേഷം അതിനുശേഷം നമ്മൾ ബെറ്റാഡിൻ്റെ ലോഷൻ അത് പയ്യെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബേബി ഷാമ്പു ഡൈല്യൂട്ട് ചെയ്തിട്ട് അത് പയ്യെ അപ്ലൈ ചെയ്ത്, ഒന്നും പ്രസ് ചെയ്യാൻ പാടില്ല, പയ്യെ അപ്ലൈ ചെയ്തിട്ട് മറ്റേ തുണി വെച്ചിട്ട് അതിൻ്റെ കംപ്ലീറ്റ് അത് എടുത്ത ശേഷം നല്ല രീതിയിൽ ഒപ്പി എടുത്ത ശേഷം മാത്രം നമ്മുടെ ബിറ്റോപിൻ എന്ന് പറഞ്ഞാൽ ക്രീം, അത് എല്ലാവർക്കും ഓരോരോ ക്രീമായിരിക്കും, എനിക്ക് തന്നിരിക്കുന്ന വേറെ ക്രീമാണ്, ആ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക, കാണിച്ച പോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ കൈ നല്ല വൃത്തിയാക്കിയിട്ട് ആണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഗ്ലൗസ് ഇട്ടിട്ടില്ല, ഗ്ലൗസ് ഇടാതെ കൈ നല്ല രീതിയിൽ തന്നെ ഹാൻഡ് സോപ്പ് ഇട്ട് നല്ല രീതിയിൽ തന്നെ വൃത്തിയാക്കിയ ശേഷം മാത്രമാണ് ഈ പ്രൊസീജിയറിൽ കടന്നുക. ദയവ് ചെയ്ത് ഇല്ലാത്തവർ ഹാൻഡ് ഗ്ലൗസ് യൂസ് ചെയ്തിട്ട് ചെയ്യുക, വൃത്തിയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണ് എൻ്റെ പ്രൊസീജിയർ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ സൈനിങ് ഓഫ് അബി, അത്രയേ ഉള്ളൂ.